നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള നിക്കോളാസ് ടെസ്ല പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ എനർജി, വൈബ്രേഷൻ, ഫ്രീക്വൻസി ഈ തലങ്ങളിൽ മനസ്സിലാക്കണമെന്നാണ്. എന്നാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സിമുലേഷൻ ആണെന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. അതേസമയം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മായ അല്ലെങ്കിൽ ഒരു ഇല്ലൂഷൻ ആണെന്ന് പുരാണങ്ങളിലും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതം ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ എങ്ങനെ വിജയിക്കാൻ സാധിക്കും? 39 വർഷത്തെ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പഠിച്ച ചില പാഠങ്ങൾ യൂട്യൂബിന്റെ ചരിത്രത്തിലെ മറ്റാരും പറഞ്ഞു തരാത്ത ചില ആശയങ്ങളുടെയും ടെക്നിക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്മുടെ ലൈഫ് ഒരു ഇല്ലൂഷൻ ആണെങ്കിൽ അതിനെ ആ ഒരു മായ വലയത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സാണ് ഇതിന്റെ ഒരു മാന്ത്രികൻ. അപ്പോൾ നമുക്ക് ഈ ഒരു മനസ്സിന്റെ ചില മാന്ത്രിക വിദ്യകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കോൺഷ്യസ്ലി നമുക്ക് പല കാര്യങ്ങളും മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു ഈ മാന്ത്രിക വിദ്യകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് മിറാഷ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് മരീചിക. നല്ല വെയിലുള്ള സമയത്ത് റോട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആ റോഡിന്റെ മുന്നില് വെള്ളമുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും. പക്ഷെ അതൊരു മരീചികയാണ്. എന്താ മരീചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ട് എന്നുള്ളൊരു ഇല്ലൂഷൻ നമുക്ക് തരും. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അവിടെ ഇല്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ നമുക്ക് മനസമാധാനം തരും എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ എനിക്ക് മനസമാധാനവും, അല്ലെങ്കിൽ എനിക്ക് ഇത്രയധികം ശമ്പളം കിട്ടുകയാണെങ്കിൽ എനിക്ക് മനസമാധാനം കിട്ടും, എൻ്റെ ലോണ് എനിക്ക് അടച്ചു തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മനസമാധാനം കിട്ടും, എനിക്ക് കല്യാണം കഴിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മനസമാധാനം കിട്ടും. ഇങ്ങനെ ആ ഒരു ലിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്, ഇനി ഇങ്ങനെ ജോലി കിട്ടി അപ്പോൾ മനസമാധാനം കിട്ടിയോ, അപ്പോൾ അടുത്ത പ്രശ്നം വരും. അവിടുത്തെ എംപ്ലോയി വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, പെട്ടെന്ന് തന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറണം. ഇനി ശമ്പളം കിട്ടുന്ന കാര്യം, എനിക്ക് ഇത്രയധികം ശമ്പളം കിട്ടി, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഇല്ല. അപ്പോൾ അവിടെ വേറെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ മനസ്സിൻ്റെ ഒരു പ്രൊജക്ഷനാണ്. അപ്പോൾ അതാണ് ഈ ഒരു മാന്ത്രികൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് എനിക്ക് മനസമാധാനം കിട്ടണമെങ്കിൽ ഇങ്ങനെ ജോലി കിട്ടിയാലോ അല്ലെങ്കിൽ ഇത്രയധികം ശമ്പളം കിട്ടിയാലോ, അങ്ങനെയല്ല, എനിക്ക് ഈ ഒരു മോമെന്റിൽ തന്നെ സമാധാനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ പറയുന്ന എല്ലാ ഗെയിമുകളും അവസാനിച്ചുകൊണ്ട് നമുക്ക് ബോധപൂർവം ജീവിക്കാൻ സാധിക്കുന്നത്. ഇനി ഈ മനസ്സെന്ന മാന്ത്രികന്റെ അടുത്തൊരു കാര്യം ഞാൻ പറയാം. ഇതെന്ന് പറയുന്നത് കുറെ കൂടി സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ചില വ്യക്തികളെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവര് ഒരു ടൂർ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അവര് അത് കിട്ടി എന്നുള്ളതിനേക്കാളും അല്ലെങ്കിൽ ആ ഒരു ടൂറ് ആസ്വദിക്കുക എന്നുള്ളതിനേക്കാളും അവർക്ക് കൂടുതൽ ആനന്ദം കിട്ടുന്നത് അത് മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോഴാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു അപ്രൂവൽ. ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, കണ്ടില്ലേ, ഞാനിവിടെ പാരീസിൽ ഈഫൽ ടവറിന്റെ മുമ്പിൽ നിൽക്കാണ്. അവിടുത്തെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പിൽ ഇട്ട് കഴിയുമ്പോഴാണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്. പക്ഷെ ചിലപ്പോൾ ആ മൊമെന്റ് എൻജോയ് ചെയ്യാതെ മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി അവര് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് അവർക്ക് ഈ പറയുന്ന ഒരു സന്തോഷം തരും എന്നുള്ള ഒരു മിഥ്യാധാരണ തരുന്നത്. അപ്പൊ ഇവിടെയും ഈ പറയുന്ന മനസ്സെന്ന മാന്ത്രികന്റെ ഒരു ഇല്ലൂഷൻ തന്നെയാണ് അവിടെയും നടക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാല് ഇതെല്ലാം തന്നെ ഒരു സിമുലേഷൻ. അതായത് ഇങ്ങനെ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സന്തോഷം കിട്ടും എന്നുള്ളൊരു സിമുലേഷൻ ആണ് തരുന്നത്. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു മായയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ഒരാള്, അയാൾക്ക് അറിയാം ഇതൊരു വീഡിയോ ഗെയിമാണ്. അത് കാരണം കൊണ്ട് തന്നെ ആ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിൽ നല്ല സ്കോർ നേടാം അല്ലെങ്കിൽ ഞാൻ അതിൽ പരാജയപ്പെടാം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ആ ഗെയിമിൽ കുറേം കൂടിയും ബോധപൂർവം കളിക്കും. ഇനി ആ കളിയിൽ എന്ത് തന്നെ റിസൾട്ട് ആയാലും അയാൾക്ക് ആ കളി കളിക്കാനും സാധിക്കും. ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളും നമുക്ക് വളരെയധികം അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഇതൊരു ഗെയിമിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എങ്ങനെ വെറുതെ മാറ്റി നിർത്താൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാം. അപ്പോൾ അവിടെയാണ് ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ ആ ഒരു കാര്യത്തിന്റെ പ്രസക്തി. അതായത് ആദ്യമായി ഞാൻ പറഞ്ഞത് ഈ മനസ്സെന്ന ഇല്ലൂഷനെ മനസ്സിലാക്കിക്കൊണ്ട് കോൺഷ്യസ്ലി നമ്മൾ ജീവിക്കണമെന്നതാണെങ്കിൽ ഇനി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും? അതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവം എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നതാണ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ചെറുതായിട്ടൊന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവം.
ഈ ഡിറ്റാച്ച്മെന്റിനെ കുറിച്ച് ഇതിനു മുമ്പും പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ഡിറ്റാച്ച്മെന്റ് കുറച്ചുകൂടിയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലോജിക്കാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു 10 കോടി കാശ് കിട്ടി. ഓക്കെ, എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഇനി ആ 10 കോടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ മാനസികമായിട്ടുള്ള വികാരം? എനിക്ക് ആ 10 കോടി നഷ്ടപ്പെട്ടാലും ഞാൻ ഓക്കെ ആണ് എന്ന് എനിക്ക് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഡിറ്റാച്ച്മെന്റ് ആക്റ്റീവായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ പല ഇലക്ട്രിക് കണക്ഷൻസ് കൊടുക്കുമ്പോൾ അതിൽ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എർത്തിങ് ആണ്. എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എന്തെങ്കിലും തരത്തിൽ വോൾട്ടേജിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടായേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ ജസ്റ്റ് എർത്തിലേക്ക് കൊടുക്കും. അപ്പോൾ അവിടെ വേറെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന ഡിറ്റാച്ച്മെന്റ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തരുന്ന കാര്യങ്ങളാണെങ്കിലും അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഈ പറയുന്ന ഒരു ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇപ്പോൾ എനിക്ക് കുറേ വലിയ അംബീഷൻസ് ഉണ്ട്, വലിയ ആഗ്രഹങ്ങളുണ്ട്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അംബീഷൻ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിൽ പറയാം, എനിക്ക് ഈ സംഭവം കിട്ടിയാലും ഇനി അതില്ലെങ്കിലും ഞാൻ ഓക്കെയാണ്. ഇതെനിക്ക് നഷ്ടപ്പെടാണെങ്കിൽ എന്താ സംഭവിക്കുക, ഞാൻ ഓക്കെയാണ്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു 10 കോടി രൂപ കിട്ടി, പക്ഷെ ആരോ ഒരാൾ അത് കട്ടെടുത്തോണ്ട് പോയി, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ വെറുതെ വിട്ടാൽ മതിയാ? അങ്ങനെ ഞാൻ ഈ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് എപ്പോഴും എന്ത് കാര്യവും നഷ്ടപ്പെട്ടാലും ഞാനിങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ട് കളഞ്ഞാൽ മതിയോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 കോടി രൂപ എൻ്റെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഞാൻ ചെയ്യണം. ഇനി അത് ആരെങ്കിലും അത് കട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നിയമത്തിന്റെ വഴി കൂടെ എനിക്ക് പോകേണ്ടതായി വരും. അല്ലാതെ അത് പോയി എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നുള്ള ഒരു കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കാര്യം നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ളതില്ല. അതായത് നമ്മുടെ നിയന്ത്രണത്തിലായിട്ട് വേറെ ഒന്നുമില്ല. അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ടെക്നിക്ക് നമ്മളെ സഹായിക്കും. അതായത് എനിക്കത് നഷ്ടപ്പെടുകയാണെങ്കിൽ ഐ ആം സ്റ്റിൽ ഓക്കെ, അത് എനിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്നാലും ഓക്കെ ആണ് എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടെങ്കിലാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള പല ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ടാവാം. എനിക്കറിയാം ഇത് വളരെ തിയററ്റിക്കലായി പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രാക്ടിക്കലി അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റ്, ഈ ഒരു അറിവ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ കുറേ കൂടി എളുപ്പമായിരിക്കും. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന ഒരു എർത്തിങ് ടെക്നിക്ക്, അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഒരു ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം ചെയ്യേണ്ടതായിട്ടുള്ള മൂന്നാമത്തെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവാണ്. അപ്പോൾ ഈ പറയുന്ന ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ എത്ര വലിയ ഡ്രീംസ് വേണമെങ്കിൽ കാണാൻ നമുക്ക് സാധിക്കും. കാരണം എന്താ, ആ ഡ്രീം എത്ര വലുതായാലും ശരി അതെനിക്ക് നഷ്ടപ്പെട്ടാലും അതെനിക്ക് അച്ചീവ് ചെയ്താലും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാലും ഐ ആം സ്റ്റിൽ ഓക്കെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നാം അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, അതിപ്പോൾ എനിക്ക് 10 കോടി രൂപ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു ബിസിനസ് സ്ഥാപിക്കണം, അല്ലെങ്കിൽ എനിക്ക് മില്യൺസ് ഓഫ് ആൾക്കാരെ സർവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ എന്ത് തരത്തിലുള്ള എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് നമുക്ക് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് നമ്മെ സഹായിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന 2 കാര്യങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്നത് ഇമാജിനേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പ ശക്തി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ സുഷുമ്ന നാഡി ആക്റ്റീവ് ചെയ്യുന്നതിന് ഉള്ളൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞിരുന്നു. അത് ഈ പറയുന്ന ഒരു ഇമാജിനേഷനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യം വേണ്ട എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ അത് നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് അഫർമേഷൻ. ഈ അഫർമേഷനെ കുറിച്ചും ഞാൻ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന അഫർമേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന അഫർമേഷനെ ഞാൻ വിളിക്കുന്ന പേര് അഫർമേഷൻ ചെയിൻ എന്നാണ്. അതായത് അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരീകരണമാണ്. അതായത് എനിക്കിപ്പോൾ ഞാൻ ഇങ്ങനെയാണ്, ഐ ആം എ റിച്ച് മാൻ, അല്ലെങ്കിൽ ഐ ആം എ മണി മാഗ്നറ്റ്, അല്ലെങ്കിൽ ലാർജ് സംസ് ഓഫ് മണി ഈസ് കമ്മിങ് ക്വിക്ക്ലി ആൻഡ് ഈസിലി ടു മീ, കുറേ അധികം പണം എന്നിലേക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും വരുന്നു. ഇത്
ഒരു ചെയിൻ രൂപേണ, ഒരു ചങ്ങല രൂപത്തിൽ ഒരു സെറ്റ് ഓഫ് അഫർമേഷൻസ് പറയാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന്, ഐ ആം an amazing YouTube content creator that millions of people are watching my video and I get millions of subscribers, that I am exuberant in my happiness. ഇവിടെ ഞാൻ ഒരു കൂട്ടം കാര്യങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു പറഞ്ഞു. അതായത് ഞാനൊരു നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, എൻ്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്, അങ്ങനെ ആ കാണുന്ന വ്യക്തികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സായി മാറുന്നു, ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പോൾ ഇത്തരത്തിലെ നമുക്ക് ആവശ്യം വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പല പല സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരുമിച്ച് ഒരു കൂട്ടായിട്ട് പറയാം. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം പറയേണ്ടത് നമ്മുടെ ഇമോഷൻ, അത് നമുക്ക് നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്താണ്. അപ്പോൾ ഇത്തരത്തിലെ ഒരു മൾട്ടി ഡൈമെൻഷൻ നമുക്ക് നമ്മുടെ അഫർമേഷനിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കുറേ കൂടി ഇഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു മണി മാഗ്നറ്റ് ആവണം അല്ലെങ്കിൽ ഒരു റിച്ച് പേഴ്സൺ ആവണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാണ്, ഐ ആം എ മണി മാഗ്നറ്റ് ദാറ്റ് മൈ ബിസിനസ് ഈസ് ബ്രിങ്ങിങ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്, ദാറ്റ് ഐ ആം സർവിങ് മില്യൺസ് ഓഫ് പീപ്പിൾ, ദാറ്റ് ഐ ആം എക്സ്യൂബറൻറ്റ് ഇൻ മൈ ഹാപ്പിനെസ്. അപ്പോൾ ഇവിടെ ഞാൻ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്, അത് വെച്ച് എനിക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് എനിക്ക് റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ലഭിക്കുന്നു, അങ്ങനെ ഞാൻ മില്യൺസ് ഓഫ് ആളുകളെ ഞാൻ സർവ് ചെയ്യുന്നു, അങ്ങനെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ചെയിൻ രൂപേണ നമുക്ക് നമ്മുടെ അഫർമേഷനെ നമുക്ക് മനസ്സിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കുറേ കൂടി ഇഫക്റ്റീവായിരിക്കും. ഇത് നിങ്ങൾ മുമ്പ് ഒരിടത്തും കേൾക്കാൻ സാധ്യതയില്ല, കാരണം ഇത് എനിക്ക് കിട്ടിയൊരു ഐഡിയയാണ്. ഇത്രയും നേരം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് പർപ്പസുമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച മറ്റൊരു കാര്യമാണ്. അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ പർപ്പസ് അത് ഓരോരുത്തരുടെയും വളരെ യുണീക്കാവും. പക്ഷേ ഈ ഒരു ലൈഫ് പർപ്പസ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക, അതാണ് കുറച്ചുകൂടി ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യം. ഓരോരുത്തർക്കും ഓരോരോ സ്കിൽ സെറ്റുകൾ ഉണ്ടാവും. ചിലവർക്ക് നന്നായി പാട്ട് പാടാൻ സാധിക്കും, ചിലവർക്ക് വേറെ കുറേ ആർട്ടിസ്റ്റിക് സ്കിൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലവർക്ക് ചില ബിസിനസ് സ്കിൽസ് ഉണ്ടാവാം. അങ്ങനെ പലർക്കും പലതരത്തിലുള്ള സ്കിൽസ് ഉണ്ടാവാം. പക്ഷെ ചില വ്യക്തികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്കില്ലൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ജോലി ചെയ്ത് അവർ കാശുണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഈ പറയുന്ന സ്കില്ലുള്ള വ്യക്തികളാണെങ്കിലും സ്കില്ലില്ലാത്ത വ്യക്തികളാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ ഈ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അത് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതം ആനന്ദിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില ആളുകൾ വെറുതെ ജോലി ചെയ്ത് കാശുണ്ടാക്കണം, പക്ഷെ ആ ജോലിയോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നു. അതുപോലെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്യുന്നത് ഒരു സേവനമാണ് അല്ലെങ്കിൽ ഒരു സർവീസാണ് എന്നുള്ളൊരു ബോധം എനിക്ക് വരുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന ജോലിനെ കുറച്ചും കൂടി ഒരു സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവോട് കൂടി ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്ന ജോലിനെ വളരെ സന്തോഷത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടിയിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പാഷൻ രൂപപ്പെടും. അങ്ങനെ ആ ഒരു പാഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അത് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് മാറും എന്നുള്ളതാണ്. ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മറന്നിട്ട് നാം ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന, ആ ഒരു 100% ഡെഡിക്കേഷൻ കൊടുക്കുന്ന, ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഫ്ലോ സ്റ്റേറ്റ്. ഞാനിപ്പോൾ പറഞ്ഞത് വേറൊരു സ്കില്ലില്ലാത്ത ആളുകളെ കുറിച്ചാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പർട്ടിക്കുലർ ഒരു സ്കില്ലുണ്ട് എന്ന് വിചാരിക്കുക, അവിടെയും ഈ സ്കിൽ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൂട്ടം ആളുകളെ സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ സർവ് ചെയ്യുന്നതിന് ആ ഒരു സ്കില്ല് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഒരു പാഷൻ ഉണ്ടായി വരും. അങ്ങനെ ആ ഒരു പാഷൻ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉടനീളം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷം കണ്ടെത്താൻ അതുവഴി നമുക്ക് സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വേറെ ഒരു പാഷൻ എന്നുള്ളൊരു സാധനം മാറ്റി നിർത്തിയിട്ട് ഇതിനെ നോക്കി കാണുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഞാനിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തു. ഇങ്ങനെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എനിക്ക് ഒരു 4 മണിക്കൂർ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ സംഭവം ഫുൾ പ്രോസസ്സിങ് കഴിഞ്ഞ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് ഇനി 4 മണിക്കൂർ ഇരുന്ന് ഇതുമ്മേ എഡിറ്റിങ് ചെയ്യണം, എന്നിട്ട് ഇനി ഇത് അപ്ലോഡ് ചെയ്യണം,
എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു സന്തോഷവും കിട്ടില്ല. പക്ഷെ അതേസമയം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ റെക്കോർഡിങ് ചെയ്യുമ്പോൾ ഞാനത് എൻജോയ് ചെയ്തിട്ട് വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു ഫ്ലോ സ്റ്റേറ്റിലാവാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുമ്പോഴും എനിക്ക് ഇത്രയധികം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് കുറച്ച് പേർക്കെങ്കിലും ഉപകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സർവ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഈ പറയുന്നൊരു പാഷൻ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണ്. എത്ര സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്താലും അതെനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സർവിങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്, വേറെ തരത്തിൽ പറഞ്ഞാൽ ധർമ്മ, നമുക്കൊരു ധർമ്മ അല്ലെങ്കിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ ആ ഒരു റെസ്പോൺസിബിലിറ്റീനെ അത് എൻജോയ് ചെയ്യുന്ന രീതിയിൽ, അത് മറ്റുള്ളവർക്ക് സഹായിക്കുന്ന രീതിയിലേക്ക് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്നൊരു പാഷൻ ഉടലെടുക്കും. അതിൻ്റെ ഭാഗമായി നമുക്കത് എൻജോയ് ചെയ്യാനും വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് മാറാനും അത് നമ്മെ സഹായിക്കും. അപ്പോൾ ഇതാണ് നാലാമത്തെ ഒരു സംഭവം. ഇനി ഞാൻ പറയാൻ പോകുന്ന അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടി ഇഫക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ. ഇത് വേറെ ഒരു വീഡിയോയിലും കേട്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ എനർജി സെൻറ്റേഴ്സിനെ ആക്റ്റീവ് ആക്കാനായിട്ട് ഇത് വളരെയധികം നമ്മെ സഹായിക്കും. അപ്പോൾ നമുക്ക് പ്രധാനമായും 7 എനർജി സെൻറ്റേഴ്സാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഏറ്റവും താഴെയുള്ളത് മൂലാധാര ചക്ര, അതിന് മുകളിലുള്ളത് സ്വാധിഷ്ഠാന ചക്ര, അതിന് മുകളിൽ മണിപ്പൂരക ചക്ര, പിന്നെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അനാഹത ചക്ര, പിന്നെ നമ്മുടെ ഈ പറയുന്ന ത്രോട്ടിനോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധ ചക്ര, പിന്നെ നമ്മുടെ തേർഡ് ഐ അല്ലെങ്കിൽ ആഗ്ന ചക്ര, പിന്നെ ഏറ്റവും മുകളിൽ സഹസ്രാര ചക്ര. ഈ ഏറ്റവും താഴെയുള്ള ഭാഗം തൊട്ട് എനർജിയെ നമുക്ക് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മെ വളരെ ഹൈ കോൺഷ്യസ്നെസ് ലെവലിലേക്ക് എത്താൻ അത് നമ്മെ സഹായിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ ഓരോ എനർജി സെൻറ്റേഴ്സിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഓരോ എനർജി സെൻറ്ററിനെയും ആക്റ്റീവ് ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു അലൈൻമെൻറ്റ്, അതായത് വേറൊരു തരത്തിലൊരു ബ്ലോക്കും ഇല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം സന്തോഷവും ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സമാധാനവും നമുക്ക് എപ്പോഴും അനുഭവപ്പെടും. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ടതായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സുഷുമ്ന നാഡി എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഭാഗം ഇട, റൈറ്റ് ഭാഗം പിങ്കള. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മുടെ സുഷുമ്ന നാഡി എങ്ങനെയാണ് ആക്റ്റീവ് ആക്കുന്നത് എന്നുള്ളത് ആ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ സുഷുമ്ന നാഡി ആക്റ്റീവ് ആക്കുക. അതിനുശേഷം നമുക്ക് കണ്ണുകളടച്ച് ഏറ്റവും താഴെയുള്ള എനർജി സെൻറ്ററിലേക്ക് ആദ്യം ഫോക്കസ് ചെയ്യുക, അതായത് മൂലാധാര ചക്ര. അപ്പോൾ അത് നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴെ ബേസ്, സ്പൈൻ, നമ്മുടെ ആനസ്, ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഭാഗം, ആ ഒരു ഭാഗത്ത് നിന്ന് എനർജി നമ്മളിങ്ങനെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഒരു റെഡ് ലൈറ്റ് അത് നമ്മുടെ മുന്നിൽ മൊത്തത്തിലായി പരക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ നാം ഇമാജിൻ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്പേസിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് മുമ്പിൽ വേറെ ഒറ്റ ഒബ്ജക്ട്സും ഇല്ല, എല്ലാം ശൂന്യമാണ്. ഈ പറയുന്ന ഈ ഒരു ഭൂമിയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭൂമിക്കപ്പുറത്തുള്ള ഗ്രഹങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ സൗരയൂഥങ്ങളാണെങ്കിൽ ഇതെല്ലാം തന്നെ എംപ്റ്റി സ്പേസ് ആണ്. ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള ഒരു എംപ്റ്റി സ്പേസ് ആണ്. ഈ ഒരു എംപ്റ്റി സ്പേസിൽ ഞാനിങ്ങനെ എൻ്റെ ഏറ്റവും താഴെയുള്ള എനർജി സെൻറ്ററിൽ നിന്നുള്ള എനർജി അത് വരുമ്പോൾ, ഈ ഓരോ ശ്വാസം എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു റെഡ് ലൈറ്റ് ഈ പറയുന്ന ഈ ഒരു ഡാർക്കിലേക്ക് ഇങ്ങനെ വ്യാപിക്കുകയാണ്. അപ്പോൾ ആ ഒരു റെഡ് ലൈറ്റ് അവിടെ ഇല്ലുമിനേറ്റ് ആവുകയാണ്. അപ്പോൾ ഇതാണ് ഇമാജിൻ ചെയ്യുന്നത് ഏറ്റവും താഴെയുള്ള എനർജി സെൻറ്ററിൽ ഫോക്കസ് ചെയ്യുമ്പോൾ. അതിനുശേഷം വലതേ ഭാഗത്തേക്ക് ഈ പറയുന്ന എനർജി സ്പ്രെഡ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ചുവന്ന വെളിച്ചം, ഈ ഒരു ചുവന്ന പ്രകാശം മൊത്തത്തിൽ പരക്കുന്നു ഈ ഒരു ഡാർക്ക് ഈ ഒരു സ്പേസിൽ. അങ്ങനെ നമ്മുടെ പുറം ഭാഗം, അതുപോലെ തന്നെ നമ്മുടെ ഇടതുഭാഗം, അങ്ങനെ ഈ ഒരു വെളിച്ചം പരക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇതുപോലെ തന്നെ അടുത്ത എനർജി സെൻറ്റർ ആയിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രയിലേക്ക് കടക്കുമ്പോൾ ഈ റെഡ് വെളിച്ചത്തിന് പകരം, റെഡ് ലൈറ്റിന് പകരം ഓറഞ്ച് ലൈറ്റ്, അത് നമ്മുടെ വിബ്ജിയോർ എന്ന് പറയുന്ന 7 കളേഴ്സ് ഉണ്ടല്ലോ, ആ ഓരോ കളേഴ്സാണ്. ഏറ്റവും താഴെയുള്ള സെൻറ്ററിൽ റെഡ്, സ്വാധിഷ്ഠാന ചക്രയിലേക്ക് കടന്നാൽ ഓറഞ്ച്, നമ്മുടെ മണിപ്പൂര ചക്രയിലേക്ക് കടന്നാൽ യെല്ലോ, നമ്മുടെ അനാഹത ചക്രയിലേക്ക് കടന്നാൽ ഗ്രീൻ അല്ലെങ്കിൽ പച്ച. അങ്ങനെ ഈ പറയുന്ന വിബ്ജിയോർ കളേഴ്സ് ഏറ്റവും മുകളിലത്തെ ലെവലിലെത്തുമ്പോൾ വയലറ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റിലേക്ക് വരും.
അപ്പോൾ ഈ ഓരോ എനർജി സെൻറ്ററും ഫോക്കസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെളിച്ചം പരക്കുന്നതായി 4 ഭാഗങ്ങളിലേക്കും അത് പരക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഈ വെളിച്ചം പരക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നാം പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. അതായത് ആ ഒരു വെളിച്ചം പരക്കുമ്പോൾ എനിക്ക് വളരെയധികം സ്നേഹം തോന്നുകയാണ്. അപ്പോൾ ആ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഇതിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന വേറൊരു കാര്യം. അങ്ങനെ ഈ ഓരോ എനർജി സെൻറ്ററിലും ഈ പറയുന്ന വെളിച്ചം പരക്കുകയും അതിൻ്റെ ഭാഗമായി ആ ഒരു അൺകണ്ടീഷണൽ ലവ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ എല്ലാ എനർജി സെൻറ്റേഴ്സും ആക്റ്റീവ് ആവുന്നതിന് അത് നമ്മെ സഹായിക്കും. അങ്ങനെ അത് ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് വളരെയധികം ബ്ലിസ്ഫുൾ ആയിട്ടുള്ള വളരെയധികം സന്തോഷമുള്ള ഒരു അവസ്ഥയിലെത്താനും അത് നമ്മെ സഹായിക്കും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാ തരത്തിലുള്ള നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ ഉപകരിക്കുന്ന കുറേ നല്ല വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.